സുധാകരേട്ടൻ ഗ്യാങ്ങിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടത്. കണ്ണൂരിൽ കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KS ബ്രിഗേഡ് തന്നെയുണ്ട്. പിണറായി വിജയൻ എത്രത്തോളം കണ്ണൂരിൽ ശക്തനാണോ അത്രത്തോളം ശക്തി കണ്ണൂരിൽ കെ സുധാകരനുണ്ട്. അതുകൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി കെ സുധാകരനെ കൊണ്ടുവന്നത്. അപ്പോൾ എതിരാളിക്കൊത്ത പോരാളി എന്ന നിലയിലൊക്കെ അവതരിപ്പിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി എന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ഒരു അംഗത്തിന് കെ സുധാകരന് ബാല്യമില്ല എന്ന് കരുതുന്നവർ പാർട്ടിക്കുള്ളിൽ തന്നെ 80% ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് കയ്യിലുള്ള 20% KS ബ്രിഗേഡിനെയും കൊണ്ട് സുധാകരൻ ഒരു പടയ്ക്ക് കൂടി തനിക്ക് പറ്റുമോ എന്നത് ഒന്ന് കളിച്ചു നോക്കുന്നത്. അതിന്റെ ഭാഗമാണ് കെ മുരളീധരന്റെ പ്രതികരണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കെ മുരളീധരൻ പറഞ്ഞ സെന്റൻസ് എന്താണ്? ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ തിരിച്ചറിയുന്ന ആളാകണം KPCC പ്രസിഡന്റ്. ആന്റോ ആന്റണിയെ തന്നെയാണ് അത് ഇൻഡയറക്ട്ലി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആന്റോ ആന്റണി അത്രത്തോളം സജീവമല്ല. MP ആണെങ്കിലും പത്തനംതിട്ടയ്ക്ക് പുറത്തേക്ക് ആന്റോ ആന്റണിക്ക് എത്രത്തോളം വലിപ്പമുണ്ട് എന്നത് കോൺഗ്രസുകാർ ചിന്തിക്കുമ്പോൾ അത്രയ്ക്ക് വലിപ്പമില്ല. കെ സുധാകരൻ ഒരു പാൻ കേരള നേതാവാണ്. കണ്ണൂരിൽ നിന്ന് വരുന്ന നേതാവാണെങ്കിൽ, കണ്ണൂരിൽ നിന്നുള്ള MP ആണെങ്കിലും ആന്റോ ആന്റണിയെയും കെ സുധാകരനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ വളർന്നു വന്ന ആളാണ് കെ സുധാകരൻ. ആന്റോ ആന്റണിയുടെ വ്യക്തിപരമായ മെറിറ്റിനെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ആന്റോ ആന്റണി കെ സുധാകരനെ പോലെ ഒരു ഇമേജ് ആന്റോ ആന്റണിക്ക് ഇല്ല കേരളത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഏത് പ്രായക്കാർക്കിടയിലും കെ സുധാകരനെ കണ്ടാൽ തിരിച്ചറിയും. അതെ അതെ, കെ സുധാകരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എങ്ങനെയാണോ ഇറങ്ങി നിൽക്കുന്നത് ഒപ്പത്തിന് ഒപ്പമായി ഇപ്പുറത്ത് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്.